ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ വരുന്നത് കണ്ടുകൊണ്ട് അംബിക മകനോട് പറയുന്നു, എടാ ആ പത്മാവതിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്, ആവശ്യമില്ലാത്ത തർക്കുത്തരം ഒന്നും നീ പറഞ്ഞേക്കല്ലേ. സരസ്വതി അമ്മ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ശേഖരനും അപ്പും കൂടെ അങ്ങോട്ട് വരുവാണ്. ശേഖരനോട് സരസ്വതി അമ്മ ചോദിക്കുന്നു, പ്രതാപൻ പോയോ ശേഖര? ഇല്ലമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും ഏട്ടനോട് പറയാനുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, പ്രതാപൻ വരട്ടെ. അപ്പോൾ അംബിക പെട്ടെന്ന് പറയുക, പ്രതാപൻ ഇന്ന് എന്തോ അടിയന്തര മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് ഇപ്പൊ തന്നെ അങ്ങ് പോകും. അപ്പോഴങ്ങോട്ട് നല്ല സന്തോഷത്തോടെ പ്രതാപൻ വരുവാണ്. പ്രതാപൻ വന്നിട്ട് ശേഖരനോട് ചോദിക്കുന്നു, രാജു വന്നോ ശേഖര? ഇല്ല ഏട്ടാ, വന്നില്ല. അത് കേട്ടോണ്ട് അംബിക പറയുക, ഇവനെന്താ ഇത്രയൊക്കെ താമസിക്കുന്നത്? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? മന്ത്രിയുടെ പ്രിയ എന്ന് വെച്ചാൽ ഇങ്ങനാണോ? ഉടനെ പ്രതാപൻ പറയുന്നു, അത് രാജുവിന്റെ കുഴപ്പമല്ല ചേച്ചി, രാജു വരേണ്ട സമയം ആകുന്നതേ ഉള്ളൂ. ഇന്നൊരു 10 മിനിറ്റ് മുമ്പേ പോകണമായിരുന്നു. അത് ഞാൻ രാജുവിനോട് പറയാൻ ഞാൻ മറന്നുപോയതാ. ശേഖര, എന്നാ ഞാൻ ഇറങ്ങട്ടെ, രാജു വരുമ്പോൾ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ സരസ്വതി അമ്മയോട് ചോദിക്കുമ്പോൾ പ്രതാപൻ ഒന്ന് നിൽക്ക്, ഞാൻ പ്രതാപനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നതാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ പറയാനുള്ളത്? അത് മോളുടെ കല്യാണത്തെക്കുറിച്ചാ. മോളുടെ കല്യാണ തീയതി തീരുമാനിക്കാൻ വേണ്ടി ഞാൻ 2-3 ജ്യോത്സ്യന്മാരെ വിളിച്ച് ചോദിച്ചിരുന്നു. ഈ 10-ാം തീയതി തന്നെ കല്യാണം നടത്തണമെന്ന അവരുടെ അഭിപ്രായം. അത് കേട്ടതും അമ്പി അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. പ്രതാപൻ ചോദിക്കുന്നു, അമ്മേ, ഈ 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി അടുത്തു പോയില്ലേ? അതെ, അന്ന് ദശമിയാ പ്രതാപ. അന്നേ നല്ല മുഹൂർത്തമുള്ളു, ആ ദിവസം തന്നെ കല്യാണം നടത്തണം. എന്നാലും തീരെ അങ്ങ് അടുത്തു പോയല്ലമ്മ. അത് സാരമില്ല പ്രതാപ, ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് വലിയ വിപുലമായ കല്യാണമൊന്നും അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. വീട്ടുകാർ മാത്രം ചേർന്ന് നടത്തുന്ന കല്യാണമല്ലയോ? അപ്പോൾ വലിയ തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ ശരിയമ്മേ, അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അംബിക പറയുക, അല്ല പ്രതാപ, ഈ വിവാഹ തീയതി ഇങ്ങ് അടുത്തു പോയല്ലോ എന്നുള്ളതായി എൻ്റെ ഒരു ടെൻഷൻ. കുറച്ച് ദിവസം കൂടെ നീട്ടായിരുന്നു. അത് ചേച്ചി, അമ്മ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അതിൻ്റെതായ കാരണങ്ങൾ കാണുമല്ലോ. അമ്മ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ചേച്ചി എന്നും പറഞ്ഞ് പ്രതാപൻ പോകാനൊരുങ്ങുമ്പോൾ അപ്പു വിളിക്കുന്നു, വല്യച്ഛ, എന്താ, നിനക്ക് എന്തെങ്കിലും നിവേദനം തരാനുണ്ടോ? ഞാൻ നിന്റെ മന്ത്രിയാ, എനിക്ക് രാജുവേട്ടനെയും ഹൃദയ ചേച്ചിയും കൂടി പ്രീ വെഡിങ് ഷൂട്ട് നടത്തണമെന്നുണ്ട്. പ്രതാപൻ ചിരിച്ചോണ്ട് ചോദിക്കുന്നു, ആഹാ കൊള്ളാലോ, എവിടെ വെച്ചാ നടത്താനിരിക്കുന്നത്? അത് പ്രത്യേകിച്ച് ഇതുവരെ ലൊക്കേഷൻ കണ്ടില്ല വല്യച്ഛ. അത് കൊള്ളാലോ, ലൊക്കേഷൻ പ്ലാൻ ചെയ്യാതാണോ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതേ പോട്ടെ, താനാണോ ഡയറക്ടർ? അതേ വല്യച്ഛ എന്ന് ചിരിച്ചോണ്ട് അപ്പു പറയുമ്പോൾ, ഗോഡ് ബ്ലസ് യു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ അങ്ങ് പോവുകയാണ്. അവർക്കൊക്കെ വലിയ സന്തോഷമാകുന്നു. അംബികയും മകനും മാത്രം ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ്. ഇത്രയും നാളും സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് നടന്ന മഹാറാണിയായിട്ടിരുന്ന അംബികയെ ആരും ഗവനിക്കുന്നില്ല. അംബികയും മകനും അവിടെ അധികപ്പറ്റു പോലാണ് എല്ലാവരുടെയും മുന്നിൽ. ഈ കല്യാണ തീയതി ഇന്ന് തന്നെ രമ്യ അറിയിച്ചിട്ടേ ഉള്ളു കാര്യം അംബിക അവിടെ ഒന്നുകൊണ്ട് പറയുക. അംബിക മുറിയിൽ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ദീപക് ഓടി വന്നിട്ട് പറയാ, അമ്മേ, ഒരു സൂപ്പർ ഐഡിയ. എൻ്റെ മോൻ ഇതിനു വേണ്ടി ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്തുവാ, പറ മോനെ. ഒരു പാര ഐഡിയ, അതാണ് മോനെ നമുക്ക് ആവശ്യം. കേൾക്കട്ടെ, പറ നീ. ആ രമ്യയും രാജുവും കൂടെയുള്ള കല്യാണം ഉറപ്പിച്ച കാര്യം നമുക്ക് വല്യമ്മാവനെ അറിയിക്കാം. അപ്പോൾ വല്യമ്മാവൻ ഈ കല്യാണം വേണ്ടാന്ന് വെക്കത്തില്ലയോ? ഇതാണോ എൻ്റെ മോൻ്റെ ഐഡിയ? ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളല്ലോ. എടാ, നമ്മളെങ്ങാനോ അങ്ങനെ ചെയ്താലേ അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആയിപ്പോവും. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എടാ, ഇതറിഞ്ഞാലേ പ്രതാപൻ രമ്യയുടെ അമ്മയോട് സംസാരിക്കാൻ തയ്യാറാകും. ആ കാര്യം എന്തുവായാലും ശേഖരനും യാമിനിയും അറിയാതിരിക്കത്തില്ല. അവസാനം ശേഖരനും യാമിനിയും കൂടെ ഒരു പണി ചെയ്യും. രുക്മിണിക്ക്, അതായത് രമ്യയുടെ അമ്മയ്ക്ക്, രമ്യയും രാജുവോടുള്ള കല്യാണം നടക്കാതിരിക്കാനേ നല്ലൊരു ഓഫർ അങ്ങോട്ട് കൊടുക്കും, നല്ലൊരു എമൗണ്ട്. മനസ്സിലായോ? പണം കിട്ടിയാലേ ആ രുക്മിണി അവൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയും. അവരങ്ങനെ രമ്യയുടെയും രാജുവിൻ്റെയും കല്യാണം വേണ്ടാന്ന് വെച്ചാലോ? അമ്മ പറഞ്ഞത് ശരിയമ്മേ, ചിലപ്പോഴങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ടേ അത്രയ്ക്ക് അങ്ങോട്ട് കാട് കയറി ഒന്നും ചിന്തിക്കണ്ട. പക്ഷേ ഈ പരിപാടി അലമ്പുണ്ടാക്കാനും ഇവരെല്ലാവരും തമ്മിൽ അടിയുണ്ടാക്കാനുള്ള ഒരു ഉഗ്രൻ പണിയുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒപ്പിക്കാം. അതെന്ത് പണിയാമേ? നീ കണ്ടോടാ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് അംബിക ഫോൺ എടുത്ത് രമ്യയെ വിളിച്ചിട്ട് പറയുന്നു, ഞാനൊരു ബാഡ് ന്യൂസ് പറയാനാ പോകുന്നത്. എന്താണ് മേഡം? ഇവിടെ രാജുവും ഹൃദയം കൂടെയുള്ള കല്യാണം നടത്താനുള്ള പരിപാടിയാ. നീ ഒന്ന് കരുതിയിരുന്നോ. മേഡം എന്തുവായി പറയുന്നേ? ഹൃതികയുടെയും രാജുവിൻ്റെയും കല്യാണം ഉറപ്പിച്ചെന്നോ? അതേ രമ്യ, അതിനാ ഞാനിപ്പം നിന്നെ വിളിച്ചു പറഞ്ഞത്. നീ എന്തിനും കരുതിയിരിക്കണം കേട്ടോ.
തെളിഞ്ഞു കിടന്ന വെള്ളം അങ്ങനെ കലക്കിയിട്ട് അംബികയും മകനും ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. രമ്യയോട് അംബിക സംസാരിക്കുന്നതൊക്കെ രുക്മിണി അവിടെ നിന്ന് കേട്ട് രുക്മിണി ദേഷ്യം കൊണ്ട് തുള്ളുവാണ്. എന്തുവാടി അവർ പറഞ്ഞത്? രാജുവും ഹൃദയം കൂടെ കല്യാണം നടത്താൻ പോവാണെന്ന്. എങ്കിൽ അത് എനിക്കൊന്ന് അറിയണമല്ലോ. അയ്യോ, എൻ്റെ അമ്മയെ അവിടെ നിന്ന് നിൽക്ക്. എൻ്റെ അമ്മ എവിടെ പോവാ? ആ വർമ്മയെ കാണാൻ പോവാടി. അയാളെ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലയോ. അമ്മ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. രാജു ഒരിക്കലും ഹൃതിയെ കല്യാണം കഴിക്കില്ല. എൻ്റെ കഴുത്തിൽ മാത്രമേ രാജു താലി കെട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു സത്യമാണമ്മേ. രാജുവിനെ വർമ്മസാറെന്ന് വെച്ച ദൈവവാ. അതുകൊണ്ട് 100% സത്യമാമേ. ഹൃതിയെ ഒരിക്കലും രാജു ഭാര്യയായിട്ട് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ അതൊക്കെ അങ്ങ് കള. നമുക്ക് നമ്മുടെ കാര്യം നോക്കാമേ. അംബികയും മകനുമാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കി എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായോടാ? ഈ അക്കൗണ്ട്സ് ഒക്കെ ഇനി നീ വേണം കൈകാര്യം ചെയ്യേണ്ടത്. എന്തായാലും നീ വെറുതെ നടക്കുമല്ലോ, അതുകൊണ്ട് ഇത് നോക്ക്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു കാണുന്ന ഇവരെന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കുവാണെന്ന്. അംബിക രാജുവിനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ദീപക്കിനോട് പറയുന്നു, നീ അതൊക്കെ അങ്ങോട്ട് നോക്കടാ. അപ്പോൾ ഹൃതികയും അപ്പൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പു ഓടി വന്നിട്ട് രാജുവിനോട് പറയുന്നു, രാജു ഏട്ടാ, ഇന്ന് ഓഫീസ് വർക്ക് ഒന്നുമില്ല, നമുക്കിന്ന് ഫോട്ടോഷൂട്ടിന് പോകണം. എന്തുവാ അപ്പു പറയുന്നത്? വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. അംബികയും മോനും ഇത് കേട്ടോണ്ടിങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കി പല്ല് കടിച്ചോണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് ശേഖരനെ യാമിനി അങ്ങോട്ട് വന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നത്, അല്ല രാജുവിന് ഈ യുഗത്ത് നടക്കുന്ന ഒന്നും അറിയില്ലേ? കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനോടെ കുറെ ഫോട്ടോസുകളൊക്കെ അവരെടുക്കുന്നതിനെയാണ് ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. അംബിക ഉടനെ ദീപക്കിനോട് പറയാ, എടാ മോനെ, ഈ ഫോട്ടോഷൂട്ട് ഞാൻ ഇപ്പം കലക്കിത്തരാം. അതെങ്ങനെ അമ്മേ? ഇപ്പോൾ ആ രമ്യയെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. അവൾ കൊടുങ്കാറ്റ് പോലെ പറന്നിപ്പോൾ ഇവിടിങ്ങെത്തും. അയ്യോ എൻ്റെ അമ്മേ, എന്നാൽ എളുപ്പം വിളിച്ച് പറയമ്മേ. എടാ പറയാവടാ, ഇവരെ നിറങ്ങട്ടെടാ. യാമിനി പറയുന്നു, എന്താ രാജു ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്നത്? ഇത്തരം ഫോട്ടോഷൂട്ടിനൊന്നും എനിക്ക് ഇഷ്ടമല്ല മാഡം. ശേഖരൻ ചോദിക്കുക, ഈ രാജു നീ എന്തൊരു മനുഷ്യനാടാ? ഇപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ ചെറുപ്പക്കാര്? യാമിനിക്ക് ഒരേ സംശയം. രാജു കോളേജിലും ഇങ്ങനെ ആയിരുന്നോ? അപ്പു പറയാ, അങ്ങനൊന്നും അല്ലമ്മേ, കോളേജിൽ പുലിയായിരുന്നെന്നാ ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, ചേച്ചിയോട് തന്നെ രാജുവേട്ടൻ പറഞ്ഞിട്ടുള്ളതാ. രാജു പെട്ടെന്ന് പറയാ, മേഡം അതിപ്പോ കോളേജ് കാലം അല്ലല്ലോ. അത്രയും നേരം മിണ്ടാതിരുന്ന ഋതിക ചോദിക്കുന്നു, എന്താ രാജു ഇപ്പോഴത്തെ കാലത്തിന് എന്താ കൊമ്പുണ്ടോ? ശേഖരൻ പറയാം, രാജു നമുക്ക് പഴയ കുറെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് ഈ ആൽബങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ലതല്ലേ രാജു? യാമിനിയും കൂടെ ചേരുന്നുണ്ട്. കല്യാണ ചെറുക്കനും കല്യാണപ്പെണ്ണിനും മാത്രമുള്ളതാ അതൊക്കെ. നിങ്ങളുടെ ഫോട്ടോയുടെ ഡയറക്ടർ ആരാണെന്നറിയാവോ? ഈ അപ്പുവാ. ദീപക് അവിടെയുണ്ട് അവൻ്റെ അമ്മയോട് പറയുന്നത്, അപ്പുവിൻ്റെ നെകളിപ്പ് കണ്ടോമ്മേ, അവൾക്കെതിരെയുള്ള ഒരു ബോംബ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിപ്പോഴെടുത്തങ്ങ് പൊട്ടിച്ചാലോ? വരട്ടെടാ മോനെ, അതിനുള്ള സമയം ആകുന്നതേ ഉള്ളു. രാജു അപ്പുവിനോട് പറയാ, അപ്പു എന്തായാലും ഞാൻ ഫോട്ടോഷൂട്ടിനൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ ശേഖരന് ദേഷ്യം വരുക. രാജുവിൻ്റെ താല്പര്യം മാത്രം നോക്കിയാൽ മതിയോ? മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നോക്കണ്ടേ? നമ്മളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും നമ്മളെ വില കൊടുക്കണ്ടേ രാജു? അപ്പോൾ സരസ്വതി അമ്മ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താ ശേഖര അവിടെ പ്രശ്നം? അപ്പു ഉടനെ പറയാ, മുത്തശ്ശി, പ്രീ വെഡിങ് ഷൂട്ടിനെ രാജുവേട്ടൻ വരുന്നില്ലെന്ന്. അതെന്താ കാര്യം? രാജുവിനെ വിളിച്ചേ ഫോട്ടോഷൂട്ട് നടത്താൻ പ്രതാപം കൂടെ സമ്മതിച്ചതല്ലയോ? എന്താ രാജു, പ്രതാപം പറഞ്ഞാൽ രാജു കേൾക്കത്തില്ലയോ? അയ്യോ അല്ല മാഡം, സാറ് പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ രാജു കേൾക്കത്തില്ലയോ? അയ്യോ, മാഡം പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാലേ ഞാനും പ്രതാപനും ചേർന്ന് തന്നെ പറയുന്നു, ഈ ഡയറക്ടർ അപ്പു പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ. യാമിനി ചിരിച്ചോണ്ട് പറയുന്നു, എന്നാലേ വിളിച്ചോണ്ട് പോയെൻ്റെ ഡയറക്ടറെ ഇവരെ എന്ന് പറയുമ്പോൾ അപ്പു, വാ രാജുവേട്ട ഇങ്ങോട്ട്, സമയം പോകുന്നു എന്നും പറഞ്ഞ് രാജുവിനെയും ഹൃതിയെയും വിളിച്ചോണ്ട് പോവുകയാണ്. അവരങ്ങനെ പോകുന്ന കണ്ടോട്ട് നമ്മുടെ വേതാളം ദീപക്ക് അമ്മയോട് പറയാ, അമ്മേ പെട്ടെന്ന് രമ്യയെ വിളിച്ച് കാര്യം പറയമ്മേ. ശരി മോനെ, ഇപ്പം തന്നെ പറയാം എന്നും പറഞ്ഞ് അംബിക ഫോൺ ചെയ്യുന്നുണ്ട് രമ്യക്ക്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അംബികയ്ക്ക് രമ്യയെ വിളിക്കാൻ പറ്റുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. 2-3 പ്രാവശ്യമൊക്കെ ശ്രമിച്ച് നോക്കുന്നുണ്ട് അമ്മയും മോനൂടെ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അപ്പുവും ഹൃതികയും രാജുവും കുറെ ക്യാമറയും കൊണ്ടും കുറെ ആൾക്കാരും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അവരോടൊപ്പം. ഒരു കാട് പോലുള്ള ഒരു പ്രദേശത്താണ് അവർ ഫോട്ടോഷൂട്ടിനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പു ഹൃതികയും രാജുവിനെയും ചേർത്ത് നിൽക്കി ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജുവിൻ്റെ മുഖത്ത് ഒരല്പം പോലും സന്തോഷവും ഇല്ല. രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ ഒന്ന് ചിരിക്കണ്ടേ രാജുവേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പു. ഹൃതിക രാജുവിൻ്റെ കയ്യേലിങ്ങനെ കയറി പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്ന ഫോട്ടോയ്ക്ക്. അങ്ങനെ രാജുവിനെ കൊണ്ട് ഹൃതികയുടെ തോളിൽ കൈവച്ചും അങ്ങനെ പലവിധ പോസുകളിലൊക്കെ അപ്പു ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കുവാണ്.
അപ്പു സ്മൈൽ രാജുവേട്ടാ ചിരിക്കൂ എന്നൊക്കെ പറയുന്നെങ്കിലും രാജുവിൻ്റെ മുഖമാണേ കടന്തൽ കുത്തിയ പോലെ വീർക്കുവാണ്. അവന് ശ്വാസം മുട്ടുവാണ്. അവനിതൊന്നും സഹിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, വർമ്മ സാറും സരസ്വതി അമ്മയും പറഞ്ഞതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാജു ഇങ്ങനെ ഹൃതിയോടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ. രാജുവേട്ടാ, ഞാൻ വെറുതെ പറയുന്നതല്ല. ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെ വളരെ നല്ലതാ. പക്ഷേ രാജുവേട്ടൻ്റെ ഒട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണ്ടേ രാജുവേട്ടാ. ഹൃതിയെ അങ്ങനെ രാജുവിൻ്റെ മാറോടെ ചേർത്ത് നിൽക്കുന്ന മാതിരി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ രാജുവിന് ഭയങ്കര ഈർച്ചകേടും ദേഷ്യം വരുന്നു. മതി, ഇത്രയൊക്കെ എടുത്തത് മതി, മേഡം ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ രാജു ഹൃതിയെ വിളിക്കുവാണ്. എന്ത് കാര്യമാണ് രാജു, ഞാൻ പറയാം, മേഡം വാ എന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് രാജു ഹൃതിയെ കൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങ് വല്ലാതെ ടെൻഷനായി. ഫോട്ടോ എടുക്കാൻ വന്ന ക്യാമറാമാരും മറ്റുള്ള മേക്കപ്പ്മാനും ഒക്കെ ഉണ്ട്. അവരും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഒരു കല്യാണ ചെറുക്കനും പെണ്ണും തങ്ങളിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് ചെറുക്കൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ അവരുടെ മനസ്സിൽ സംശയങ്ങളുണ്ട്. അപ്പൂനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്താ ഈ രാജുവേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത്? അത് ഇവരുടെ മുന്നിൽ വെച്ച് അവർക്ക് കരച്ചിൽ വരുന്ന ലക്ഷണത്തിലാണ് അപ്പു ഇങ്ങനെ നിൽക്കുന്നത്. ഋതിക പുറകെ വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ സ്പീഡിൽ രാജു ഇങ്ങനെ ദേഷിച്ചങ്ങ് പോവാണ്. ഋതിക ഓടി ചെല്ലുന്നുണ്ട് രാജുവിൻ്റെ അടുത്തോട്ട്. എന്താ രാജു, എന്തൊക്കെയാ മേഡം ഈ നടക്കുന്നത്? അത് രാജുവിന് അറിയില്ലേ? വെഡിങ് ഫോട്ടോഷൂട്ട് അല്ലേ നടക്കുന്നത്? എന്ത് വെഡിങ്, എന്ത് ഫോട്ടോഷൂട്ട്? അത് രാജു അപ്പു പറഞ്ഞിട്ട് ആണ്ടേ, എനിക്ക് ഋതിക മേഡത്തിൻ്റെ വളരെ റെസ്പെക്റ്റ് സ്നേഹമുണ്ട് എന്നും വെച്ച്. അതിന് രാജു, നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ, അതിന് മുൻപുള്ള ഫോട്ടോഷൂട്ടാണിത്. എന്ത് കല്യാണം? കല്യാണത്തിനൊന്നും താല്പര്യമില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലയോ. ഒരാളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നതിന് പ്രണയം എന്നാണോ അതിനർത്ഥം? ഹൃതിക വിങ്ങി പൊട്ടുവാണ്. രാജു എന്ന് വിളിക്കുമ്പോൾ രാജു പറയുക, കടപ്പാടുകളുടെയും ബന്ധങ്ങളുടെയും ഒരുപാട് നീറുന്ന നിരവധി പ്രശ്നങ്ങളിലാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം എനിക്ക് പ്രേമം ഒന്നും മനസ്സിലാകുന്നില്ല. രാജു അപ്പോൾ എന്നും പറഞ്ഞ് ഹൃതിക പൊട്ടിക്കരയുവാണ്. മേഡം, ഈ കല്യാണം ഒന്നും നടക്കില്ല. ഞാൻ പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഈ നാട് തന്നെ വിട്ടുകളയും എന്നും പറഞ്ഞിട്ട് രാജു തിരിഞ്ഞുപോലും നോക്കാതെ അങ്ങ് നടന്നു പോവുകയാണ്. പാവം ഹൃതിക അവിടെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അവളുടെ പ്രണയം ഒരിക്കലും ഈ പൊട്ടൻ മനസ്സിലാക്കത്തില്ല. ആ പൊട്ടൻ്റെ മനസ്സിൽ എന്താണോ അറിയത്തില്ല. ഇനി പണ്ട് ഇവനൊരു അപകടം ഉണ്ടായല്ലോ, ആ അപകടത്തിൽ ഒരു പക്ഷേ ഈ രാജുവിനൊരു വിവാഹ ജീവിതം നടത്താൻ പറ്റില്ലെന്ന് ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞു കാണുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. സങ്കടത്തോടെ വീട്ടിലിരിക്കുന്ന ഋതികയെ അവളുടെ അമ്മ പത്മാവതി വിളിക്കുന്നുണ്ട്. സ്വന്തം അമ്മയാണ് പത്മാവതി എന്ന് ഋതികയ്ക്ക് അറിയില്ലല്ലോ. ഋതിക മീര മേഡം എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഋതിക ചോദിക്കുന്നുണ്ട്, എന്താ മീര മേഡം വിളിച്ചത്? മോൾ എന്തെടുക്കുക? ഞാൻ വീട്ടിലുണ്ട് മേഡം. മോളെന്താ സങ്കടപ്പെട്ടിരിക്കുവാണോ? ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. മോള് സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അങ്ങ് നടന്നോളും. അതൊന്നും നടക്കില്ല മേഡം. രാജുവിന് എന്നെ ഇഷ്ടമല്ല. മോളെ, അതൊക്കെ മോളുടെ തോന്നല. രാജുവിനെ മോളെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ പറയുന്നത് സത്യം മോളെ. എന്നെ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ എന്നോട് അങ്ങനെയൊക്കെ പറയുവോ? അതിന് മോളോട് രാജു എന്താ പറഞ്ഞ്? കുറച്ചു മുമ്പേ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ രാജു എന്നോട് പറഞ്ഞു ഈ കല്യാണം നടക്കില്ലെന്ന്. രാജു അങ്ങനെ പറഞ്ഞോ മോളോട്? പറഞ്ഞു മേഡം. മോള് വിഷമിക്കാതെ, ഞാനിതിന് പരിഹാരം ഉണ്ടാക്കാം. നാളെ മോക്ക് കുന്നത്ത് കാവിൽ രാജുവിനെ ഇന്ന് എത്തിക്കാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം മേഡം. ശ്രമിച്ചാൽ പോരാ, മോള് കൊണ്ടുവരണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. മോൾ അമ്മാമ്മയോട് പറഞ്ഞാൽ മതി രാജുവായിട്ട് മോക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന്. അമ്മാമ്മ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തോളും. ശരി മേഡം. മോള് സങ്കടപ്പെടാതെ. അപ്പോൾ നമുക്ക് നാളെ കുന്നത്ത് കാവിൽ കാണാം. ശരി മേഡം എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. പത്മാവതി അവിടെ നിന്ന് മനസ്സിൽ പറയുവാണ്, എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തും. രാജുവിനോട് ഞാൻ തുറന്നു പറയും ഋതികയുടെ അമ്മ ഞാനാണെന്ന്. രാജുവിൻ്റെ വീട്ടിൽ വീണ്ടും വട്ടമേശാ സമ്മേളനം കൂടിയിരിക്കുവാണ്. നമ്മുടെ കൊച്ചമ്മണിയുടെ നേതൃത്വത്തിലാണ്. രുക്മിണിയുണ്ട്, രമ്യയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരോടും നമ്മുടെ കൊച്ചമ്മണി പറയുക, എത്രയെത്ര പുലിവാല് പിടിച്ച കല്യാണമാ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ നടത്തി കൊടുത്തിരിക്കുന്നത്. ഞാനങ്ങ് പൊള്ളാച്ചിയിൽ സർവീസിലായിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ജയന് ദേഷ്യം വരുന്നു. ജയൻ പറയാ, ഇവർ ഈ സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാ, അടിച്ചുവാരി തൂക്കുന്നതിനെയാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കളക്ടർ ഉദ്യോഗമൊന്നും അല്ല കേട്ടോ. രുക്മിണി പറയുക, അതൊന്നും കാര്യമാക്കണ്ട, അമ്മ പറ എന്തുവെന്ന് വെച്ചാൽ. അതെ, മദനരാജ കാമരാജന്റെ മകൾക്ക് ഒരേ സമയം രണ്ടു പേരോട് പ്രണയം. അതും പോരാഞ്ഞിട്ട് മുതലിയാർ അവക്ക് വേറൊരു കല്യാണം ആലോചിക്കുകയും ചെയ്ത്. ആ കൊച്ച് വളരെ സങ്കടത്തോടെ വന്ന് എന്നോടൊരു ഐഡിയ ചോദിച്ചു. ഒരു പാതിരാത്രിക്ക് ആ പൂങ്കൊടിയില്ലേ, അവളെ ഞാൻ രണ്ടുപേരുടെയും കൂടെ അങ്ങ് ഇറക്കി വിട്ടുകൊടുത്ത്. രണ്ട് ഭർത്താക്കന്മാരോടെ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ ഉപദേശിക്കുകയും ചെയ്തു.
ജയനാണെങ്കിൽ നാണം കെട്ടിങ്ങനെ ഇരിക്കുക. "ദേണ്ട തള്ളേ, ഇങ്ങനത്തുള്ള വൃത്തികെട്ട കഥകൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളെ ജീവനോടെ വെച്ചേക്കത്തില്ല ഞാൻ. പറഞ്ഞല്ലോ." ഇത്രയൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടും രാധമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇത് രുക്മിണി കാണുന്നുണ്ട്. രുക്മിണി ചോദിക്കുന്നു, "എന്താ രാധമ്മ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്?" "ഏയ് എനിക്ക് ടെൻഷനൊന്നുമില്ല രുക്മിണി. ഞാനും വേണുവേട്ടനും തമ്മിൽ ഇന്ന് വരെ ഒരു കാര്യത്തിനും പിണങ്ങിയിട്ടില്ല." "ഇതിപ്പോ പിണങ്ങേണ്ടി വന്നില്ലേ? അതൊന്നും സാരമില്ല രാധമ്മേ. ഭാര്യ ഭർത്താക്കന്മാരായാലേ ദൈവങ്ങൾ പോലും പിണങ്ങാറില്ലേ?" കൊച്ചമ്മണി പറയുക, "പരമശിവനും പാർവതിയും തമ്മിൽ മുടിഞ്ഞ ഉടക്കല്ലായിരുന്നു. പക്ഷെ എന്ത് കാര്യം ഉണ്ടായാലും അവർ പറഞ്ഞു തീർക്കും." രാധമ്മ ഇങ്ങനെ തളർന്നാലെങ്ങനാ? അങ്ങനെ തളർച്ചയൊന്നും ഇല്ല രുക്മിണി. ഞാനൊരു തീരുമാനം എടുത്താൽ പിന്നെ പിന്നോട്ടില്ല. ഞാനെടുത്ത ഈ തീരുമാനം 100% ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്? അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മയുടെ 100% ഉറപ്പും കൊണ്ട് രാധമ്മ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. നാളെ കുന്നത്തുകാവിൽ വെച്ച് പത്മാവതി ഋതികയുടെ അമ്മയാണെന്ന് രാജുവിനോട് തുറന്നു പറയുമ്പോൾ രാജുവിന്റെ പ്രതികരണം എന്തായിരിക്കും? രാജു ഋതിയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുമോ എന്നുള്ള റിവ്യൂ ഒക്കെയായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.